അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബഹുമാ വമൻ യുഹിബ്ബുഹുമാ. അള്ളാഹുവെ, ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും നീയും സ്നേഹിക്കണം, അവരെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ വരും. രണ്ട് ലോകത്തിൻ്റെയും വിജയമാണ് ആ സന്താന പരമ്പരകളെ സ്നേഹിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊന്നുകളയുന്നതിന് നേതൃത്വം കൊടുത്തത്, കർബലയിലെ ആ ചോരക്കളിക്ക് നേതൃത്വം കൊടുത്തത് യസീദാണ്. ആ യസീദിന്റെ പേര് പറഞ്ഞ് ലഅനത്ത് ചൊല്ലണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം ഇബ്നു ജൗസിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട് പറഞ്ഞു, അവൻ ശപിക്കപ്പെട്ടവനാണ് യസീദ്, അവന്റെ പേരിൽ ലഅനത്ത് പറയണമെന്നാണ്, അവനെ ശപിക്കണമെന്നാണ്, ലഅനത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം, ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്നാണ്, അവന്റെ പേര് പറഞ്ഞിട്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്നാണ് ഇബ്നു ജൗസിയെ പോലെയുള്ള ഇമാം ഇബ്നു ജൗസിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള ഫാത്തിമ ബീവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കയ്യിലാണ് ദീന്. അവരെ ബുദ്ധിമുട്ടിച്ചവർക്ക്, അവരെ വിഷമിപ്പിച്ചവർ ദുനിയാവിലും നാളെ ആഖിറത്തിലും വളരെ അധികം പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്കളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും ഫാത്തിമ ബീവിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കലും അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കലും അവിടുത്തെ പറ്റി മക്കൾക്ക് പറഞ്ഞു കൊടുക്കലും അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കലും ഖുർആന്റെ പഠനവും വളരെയധികം പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഖുർആന്റെ പഠനത്തെക്കാൾ മുമ്പിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കലാണ്. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും, അള്ളാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടും. ഒരുപാട് ഖൈറും ബറക്കത്തും നിഅമത്തും ഇസ്സത്തും വരും.